ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. PT-7 ധോണിയിൽ ഇന്നലെ വീണ്ടും ഇറങ്ങി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പ്രദേശവാസിയായ അലിമുത്തുവിൻ്റെ വീടിന് മുന്നിൽ PT-7 എത്തിയത്. സ്വന്തം വീടിന് മുന്നിൽ ഇങ്ങനെ ഒരു കൊമ്പൻ വന്നു നിന്ന് കഴിഞ്ഞാൽ, ഏത് സമയവും ആക്രമണകാരിയാകാവുന്ന ഒരു ആന വന്നു നിന്നാൽ എത്ര ഭയത്തോടെയാവും ആ വീട്ടുകാർ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവുക. നമുക്ക് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. ധോണിയിൽ ഇന്നലെ രാത്രിയും കാട്ടാന ഇറങ്ങി. PT-7 തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ധോണി സ്വദേശിയായ അലിമുത്തുവിന്റെ വീടിന്റെ പരിസരത്തിലൂടെ ആന പോവുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അലിമുത്തുവിന്റെ വീട്ടിലാണ്. എപ്പോഴാണ് ഇന്നലെ ആന വന്നത്? ഇന്നലെ ഒരു 10 മണിക്ക് വന്നു. അങ്ങനെ ഒന്ന് ഒതുങ്ങി കൊണ്ട് അങ്ങനെ പോയി. അപ്പം മൂപ്പര് പറഞ്ഞു കിണർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൽ കൂടെ അങ്ങനെ ചാടിക്കാണു ആന. ശരി. എത്ര സമയത്തിലൂടെ? എത്ര സമയം? 10 മണിക്ക്. എന്നിട്ട് ഇവിടെ ഈ ഗേറ്റ് ചവിട്ടി പൊളിച്ചിട്ട് കിടന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു, അങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി. ഇങ്ങോട്ട് ഈ പരിസരത്തേക്ക് അങ്ങനെ വന്നിരുന്നോ? ഈ പരിസരത്തേക്ക് കടന്നില്ല. അപ്പൊ മോള് ബാത്റൂമിന്റെ വിളിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പേടിയാണല്ലേ? എന്താ ഇവര് പറഞ്ഞ ഈ കുറെ കാലങ്ങളായിട്ട് ഈ പ്രദേശത്ത് വന്നാ അങ്ങനെ റോട്ടിൽ കൂടെ പോകല്, പിന്നെയും വീണ്ടും വരുന്നു. ഇന്നിപ്പോൾ ഇന്നലെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നത്. എപ്പോഴും വഴി കൂടെ അങ്ങനെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അപ്പുറത്തെ ചാലിയിൽ കൂടെ പോകും. നിങ്ങൾ കിടന്നിരുന്നോ? അതോ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒച്ച കേട്ട് വന്നത്. പടി പൊട്ടിന് ചത്തം കേട്ടപ്പോൾ മൂപ്പര് ഓടി കൊണ്ടുവരേണ്ട എണിച്ചു ഉറക്കത്തില്. വെളിയിലാ കിടക്കുന്നത്. അത് മോളാണ്. മോള് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞു എൻ്റെ മകൾ അവിടെ നിന്ന് കുളിക്കണു എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊള്ളയിടായിരുന്നു. ആന പോണത് ഞാൻ ഫസ്റ്റായി കണ്ടല്ലോ. വെളിയിൽ എനിക്ക് വന്നപ്പോൾ ലൈറ്റ് 2 ഭാഗത്ത് ഇട്ട് വെച്ചോണ്ടിരിക്കും എപ്പോഴും. ഈ ആൻ്റെ ശല്യം തുടങ്ങി പറഞ്ഞിട്ട് ലൈറ്റ് വെളിയിലുണ്ട്. ഈ വീട്ടിൽ തന്നെയുള്ള ആളാണ്. ഞാൻ ഇവിടുത്തെ ഉള്ളതാണ്. ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഭയങ്കര ആനശല്യം ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോഴേക്കും ആന ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ നാട്ടിൻ പ്രദേശത്തെക്കുറിച്ച് ഇറങ്ങി നടന്നിട്ട് തിരിച്ച് 6:30 കയറി വരും. ഇതിപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ വീട്ടിന് തിരിഞ്ഞിറങ്ങും. നമ്മുടെ ഫാദർ ഇവിടെ കിടക്കണേ. ഇവിടെ നമുക്ക് തിരിയുമ്പോഴേക്കും ഇവിടെ തിരിഞ്ഞുകൊണ്ട് ആന താഴോട്ട് ഇറങ്ങിപ്പോയി. എവരുടെ ആന എന്ന് പറയുമ്പോഴേക്കും താഴോട്ട് ഇറങ്ങിപ്പോയി. അതങ്ങനെ തിരിച്ചിറങ്ങി. ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നേരെ റോട്ടിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയത്. ഭയങ്കര ശല്യം ആനയുണ്ട്. ഇന്ന് വീട്ടിൻ്റെ അവിടേക്കായിട്ട് ആദ്യത്തെ കയറണേ. ബാക്കി ആ തോട്ടത്തിൻ്റെ അരികത്തിൽ കൂടെ പോകണേ, അല്ലെങ്കിൽ റോട്ടിൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. 8, 10 മണി 9 മണി ആയ സമയങ്ങളിലാണ് ഇറങ്ങി പോകണേ. പിന്നീട് ഫോറസ്റ്റുകാർ വന്നിട്ടാണോ ഇതിനെ ഓടിച്ചത്? പിന്നെ അവര് ഇത് ആന ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അവർ പുറകെ കൂടെ ഇറങ്ങി വരിക. അവരുണ്ടെങ്കിൽ ഉള്ളിടത്ത് ആനയുണ്ട്. പക്ഷെ ആന ഏത് വഴിക്ക് പാസ് ചെയ്യണം എന്നുള്ളത് അറിയാം, അവർക്കറിയാം. പക്ഷെ നമുക്കറിയില്ലല്ലോ. നമ്മളിപ്പോൾ അധികം ദൂര സ്ഥലങ്ങളിൽ പണിയെടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 6:30 ആവും, ചിലപ്പോൾ 7 മണിയാവും. ആ സമയത്ത് ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ 6:30 ആകുമ്പോഴേക്കും ആന ഇറങ്ങിണ്ടാവും. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ പണിക്ക് പോകുമ്പോൾ രാവിലെ ഇവിടുന്ന് ബൈക്ക് ഷർട്ടാക്കിയിട്ട് പോകുമ്പോഴായിരിക്കും ആന ഓടിച്ചിട്ട് അവർ ഈ തോട്ടത്തിൽ കൂടെ കൊണ്ടുവരുന്നത്. വൈകുന്നേരത്തും അങ്ങനെയാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് ആദ്യമായിട്ടാണ് ഈ സമീപങ്ങളിലെല്ലാം തന്നെ ആന ഇറങ്ങിയിരുന്നെങ്കിൽ പോലും ഒരു വീടിന്റെ മുറ്റത്തേക്ക്, ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ആദ്യമായിട്ടാണ് ആന കയറി വരുന്നത്. എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് ആളുകൾ. എത്രയും വേഗത്തിൽ PT-7 പിടികൂടണം എന്ന് തന്നെയാണ് എല്ലാവരും